ആകാശവാണി ക്ഷമിക്കണം, കൊച്ചി. ഇപ്പോൾ പാചകരംഗത്തിൽ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നതിനുള്ള രസായനം എങ്ങനെ നിർമ്മിക്കാമെന്ന് പ്രശസ്ത കുടുംബ കലഹ രസായന വിദഗ്ധൻ ദുഷ്ടരൂപമഠത്തിൽ കലഹപ്രിയൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ രസായനത്തിന്റെ പേരാണ് കുടുംബ കലഹ രസായനം. ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: അമ്മായിയമ്മ കൊനസ്റ്റ് പിടിച്ചത് 1, മരുമകൾ നാക്കോട്ട് കൂടിയത് 1, അമ്മായിയമ്മ പോര് 2 കിലോ, ഭർത്താവ് നട്ടലില്ലാത്തത് 1, നാത്തൂന്മാർ ഭർത്താവ് ഉപേക്ഷിച്ചത് 2, കുരുത്തം കെട്ട പിള്ളേർ 5 പച്ചക്കറി ആവശ്യത്തിന്, ഒലക്ക, ചിരവ ഓരോന്ന് വീതം, അയ്യോ 10 20 നെഞ്ചത്തടിച്ച് കരച്ചിൽ 1 കൊട്ട, പ്രാക്ക് 1 കിൻഡൽ, ഡൈവോഴ്സ് നോട്ടീസ് 2, കേസില്ലാ വക്കീല് 1, അയൽപ്പക്കക്കാർ കൈകൊട്ടി ചിരിച്ചത് 1/2 ഡസൻ, തിളച്ച വെള്ളം 1 ചരുവം, തലക്കടിക്കാനുള്ള ചട്ടിയും കലവും ആവശ്യത്തിന്, കുറ്റം പറച്ചിൽ 2 ടേബിൾ ടെന്നീസ് സ്പൂൺ, നല്ല വിളഞ്ഞു മൂത്ത് പാകമായ തന്തക്ക് വിളിയും തള്ളക്ക് വിളിയും 25, മുതലക്കണ്ണീർ 1 കപ്പ്, കള്ളക്കരച്ചിൽ 5 കപ്പ്, ഏഷ്യനി 1 സ്പൂൺ, ഭീഷണി 2 സ്പൂൺ, വീടിന് ചുറ്റും ഓട്ടം 4 റൗണ്ട്, മധ്യസ്ഥന്മാർ മദ്യത്തോട് കൂടിയത് 2. എന്തായാലും ശരി, ഈ ചേരുവകൾക്ക് തലക്ക് യാതൊരു ബോധവും ഉണ്ടാവാൻ പാടുള്ളതല്ല. കലഹൻ സാർ, ചേരുവകളൊക്കെ റെഡി. ഇനി എന്താ ചെയ്യേണ്ടേ? ഇനി കുടുംബകലഹ രസായനം തയ്യാറാക്കുന്ന വിധം: ആദ്യമായി 1 ചരുവം വെള്ളം വെട്ടി തിളപ്പിക്കുക. അതിനുശേഷം കൊനസ്റ്റ് പിടിച്ച അമ്മായിയമ്മയെ നന്നായി കഴുകിയെടുത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് പൊക്കിയിടുക. അപ്പൊ പൊള്ളൂല്ലേ? പൊള്ളണല്ലോ, പൊള്ളട്ടെ. ആയിക്കോട്ടെ. തുടർന്ന് മരുമകളുടെ കുറ്റവും കുറവും 2 ലിറ്റർ വീതമിട്ട് ഏഷ്യനി 1 സ്പൂണും മുതലക്കണ്ണീർ 1 കപ്പും അതിലിട്ട് അമ്മായിയമ്മയെ നന്നായി മൂപ്പിക്കുക. അല്പം കഴിയുമ്പോൾ എടിമുടിഞ്ഞവളെ എന്നൊരു വൃത്തികെട്ട ശബ്ദം ചരുവത്തിൽ നിന്ന് കേൾക്കാം. അപ്പോൾ രസായനം ശരിക്കും മൂത്തു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിന് പറ്റുമോ? പറ്റണല്ലോ, പറ്റട്ടെ. ആയിക്കോട്ടെ. ഉടൻ 2 കപ്പ് പച്ചക്കറി കൂടി അതിലിട്ട് അമ്മായിയമ്മയെ നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ അമ്മായിയമ്മയുടെ രക്തം തിളക്കും. ഇതിനുശേഷം നാക്കോട്ട് കൂടിയ മരുമകളെ ചരുവത്തിലേക്ക് ഇടുക. എന്നിട്ട് രണ്ടുപേരെയും നന്നായി ഇളക്കി കൊടുക്കുക. രണ്ടുപേരും കൂടി ചാവൂലേ? ചാവണല്ലോ, ചാവട്ടെ. ആയിക്കോട്ടെ. ഇപ്പോൾ ചരുവത്തിന്റെ അകത്തു നിന്നും ഏഷണിയും ഭീഷണിയും ലോകത്തിൽ ഇന്നുവരെ കേൾക്കാത്ത പച്ചത്തെറികളും നുരഞ്ഞു പതഞ്ഞ് പൊന്തി വരും. ഈ സമയത്ത് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച നാത്തൂന്മാരെ 2 ഇട്ടുകൊടുക്കുക. തുടർന്ന് പ്രാക്ക് 1 കിൻഡലിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. അവർ തമ്മിൽ ശരിക്ക് തിളച്ചു മറിയുമ്പോൾ ഉലക്കയും ചിരവയും ഇട്ടുകൊടുക്കുക. ഇപ്പോൾ ചരുവത്തിൽ നിന്നും എന്നുച്ചത്തിൽ കരച്ചിൽ കേൾക്കും. ഈ സമയത്ത് കുരുത്തം കെട്ട പിള്ളേരെ നിക്കറുരിഞ്ഞ് അതിലേക്ക് ഇടുക. പിള്ളേർക്ക് പൊള്ളൂലേ? പൊള്ളണല്ലോ, പൊള്ളട്ടെ. ആയിക്കോട്ടെ. 1 മണിക്കൂറിന് ശേഷം നട്ടലില്ലാത്ത ഭർത്താവിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി നാട്ടുകാരെ കൊണ്ട് ചരുവത്തിലേക്ക് ഇടിക്കുക. ഭർത്താവ് അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും കാല് പിടിച്ച് കരയുമ്പോൾ രസായനം പാകമായി എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം കേസില്ലാ വക്കീലിനെ കൊണ്ട് 1 ഡൈവോഴ്സ് നോട്ടീസ് കീറിയിട്ട് താളിച്ചെടുക്കുക. തുടർന്ന് മദ്യമുള്ള മധ്യസ്ഥന്മാരെ അവിടെ ഇവിടെ വിതറിയതിനു ശേഷം ഇതിനെ മൂടിവെക്കാൻ അനുവദിക്കുക. ഇപ്പോൾ കുടുംബകലഹ രസായനം തയ്യാർ. ഈ രസായനം കുടുംബങ്ങളിൽ കാണുന്ന കണ്ണുകടി, അസൂയ, സംശയം, കുശുമ്പ്, പൗഷന്യം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ്. സ്നേഹത്തിലും സമാധാനത്തിലും കഴിയുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തെ വിളിച്ച് ഓരോ ടീസ്പൂൺ കൊടുത്താൽ ആ കുടുംബം എപ്പ കുട്ടിച്ചോറായെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ചേട്ടനൊരു കുടുംബം തകർത്തല്ലേ? തകർക്കണല്ലോ, തകരട്ടെ. ആയിക്കോട്ടെ.